അതെ, ഇന്നു മുതൽ എല്ലാ ദിവസവും രാവിലെ എൻ്റെ കൂട്ടുകാർക്ക് ഒരു മോട്ടിവേഷൻ സ്പീക്ക് കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. കേശു നാണം കെട്ട് നാറാൻ പോണ്. അറപ്പിക്കല്ലേ അമ്മായി, ഇതോടെ ഇവന്റെ പുറത്തിറങ്ങുന്ന പരിപാടിയൊക്കെ അങ്ങ് നിൽക്കുമല്ലോ. നല്ല കാര്യം, നീ തുടങ്ങിക്കോ. ലച്ചു ചേച്ചി, അമ്മായി, കേശു വലതുകാലം എടുത്തു വെച്ച് തുടങ്ങിയിട്ടുള്ള സംരംഭങ്ങളൊന്നും ഇന്നേ വരെ പാഴായിട്ടില്ല. അതങ്ങനെയല്ലേ വരൂ, എല്ലാ ഗുണങ്ങളും കിട്ടിയിട്ടില്ലേ. കേശുവേ, ധൈര്യമായിട്ട് തുടങ്ങിക്കോ. അച്ഛേ, അമ്മോ, സൂപ്പറാവും. അവ ഗുരുത്തോളാനാ, നീ കണ്ണടച്ചുകൊണ്ട് തുടങ്ങിക്കോ, എല്ലാം ശരിയാവും. ഇനി കുറേ ആമുഖ ചർച്ചകളൊക്കെ നടത്തി ചെയ്യാൻ പോകുന്ന കാര്യമൊക്കെ കുളമാക്കി അതിലിറങ്ങി തിമിർത്ത് അത് കലക്കിയിട്ട് അടങ്ങും. അപ്പൊ എങ്ങനെ, ഞാൻ തുടങ്ങണ്ട? ഉത്തേജനവും ഉദ്ബോധനവും ഉണവാക്കുന്ന ചെറുമൊഴി മുത്തുകളിലൂടെ തന്നെ തുടങ്ങാം. ലച്ചേച്ചി, ക്യാച്ച് ചെയ്തിട്ട് വീഡിയോ ഇട്. അല്ല, നീ എന്തോന്നാ പറയാൻ പോകുന്നു? വായിൽ പറഞ്ഞത് കോതയ്ക്ക് പാട്ട്. കുട്ടുവാമ്മ, അറപ്പിക്കലടാ, മകൾ പാട്. എടുക്കട്ടെ? തുടങ്ങ്. ഭാഗ്യം നിങ്ങളെ ചെറു കുന്നുകളുടെ നെറുകയിൽ എത്തിച്ചേക്കാം, പക്ഷേ കഠിന പ്രയത്നം നിങ്ങളെ ഹിമാലയത്തിന്റെ കഠിന പ്രയത്നം, ഗഡിനല്ല, കഠിന പ്രയത്നം. അതന്നെയല്ല ഞാൻ പറഞ്ഞത്. നീ ഗഡിന എന്നാണ് പറഞ്ഞത്. അതുപോലെ ഭാര്യയുടെ ഭ അല്ല, അത് വേണ്ട, ഭാഗ്യത്തിന്റെ ഭ. ആ, ഭാഗ്യത്തിന്റെ ഭ. നിനക്കിത് കട്ട് ചെയ്തിട്ടോ, ഒന്നും കൂടെ എടുക്കുക. ഇനി കട്ടി ഒന്നുകൂടെ. ക്യാമറ റോളിംഗ്, ആക്ഷൻ. ഭാഗ്യം നിങ്ങളെ ചെറു കുന്നുകളുടെ മുകളിൽ എത്തിച്ചേക്കാം, പക്ഷേ കഠിന പ്രയത്നം നിങ്ങളെ ഹിമാലയത്തിന്റെ നെറുകയിൽ എത്തിക്കും. സുപ്രഭാതം. ഡബ്ബേനുണ്ടാ എന്തിനാ ഇങ്ങനെ ഡി മറ്റേ ഢ ഒരു അക്ഷരം മാത്രം എടുത്ത് ചേർത്ത് കിട്ടുമോ? ഈ ഒരു അക്ഷരമൊക്കെ മതി. നീ കഠിന പ്രയത്നം എന്നാണ് പറയുന്നത്, നീ കഠിന എന്നാണ് പറയുന്നത്. ഒന്നുകൊണ്ട് നീ പറഞ്ഞോളൂ, ഒന്നുകൂടെ പറ. പെട്ടെന്ന് പറയണം, സ്ലോ മോഷൻ കളിക്കരുത്. എന്നാ ശരി. ഭാഗ്യം നിങ്ങളെ ചെറു കുന്നുകളുടെ മുകളിൽ എത്തിച്ചേക്കാം, പക്ഷേ കഠിന പ്രയത്നം നിങ്ങളെ ഹിമാലയത്തിന്റെ മുകളിൽ എത്തിക്കും. സുപ്രഭാതം. ഇതിപ്പോ തന്നെ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യണം. ഇടയ്ക്ക് കുറെ വോയിസ് ഓവർ ഒക്കെ കയറിയിട്ടുണ്ട്, അതൊക്കെ കട്ട് ചെയ്യണം. ഭാഗ്യം നിങ്ങളെ ചെറു കുന്നുകളുടെ മുകളിൽ എത്തിച്ചേക്കാം, പക്ഷേ കഠിന പ്രയത്നം നിങ്ങളെ ഹിമാലയത്തിന്റെ മുകളിൽ എത്തിക്കും. സുപ്രഭാതം. നീ എന്താ എന്നെ ഞാൻ വരുന്നവരെ വെയിറ്റ് ചെയ്യാണ്ടിരുന്നത്? ചേച്ചിയല്ലേ വീഡിയോ എടുത്തേക്കുന്നത്? അതിന്റെ എല്ലാ കുഴപ്പവും കാണാനുണ്ട്. നിന്റെ പെർഫോമൻസ് ഒക്കെ കൊള്ളാം, പക്ഷെ കണ്ടോ വീഡിയോ ഒന്ന് ഷേക്ക് ചെയ്യാന്നേ, ക്വാളിറ്റി ഇല്ല അത്രയും. പിന്നെ ഫ്രെയിം അതിനെ നോക്കിയേ, ഒരു സുഖമില്ല. എന്തൊക്കെ പറഞ്ഞാലും ശരി, എന്നെ സംഭവം കൊണ്ടാൻ കേറി കേട്ടാ. തന്നെ പോസ്റ്റർ ഒപ്പം തന്നെ കേറിയില്ലേ? ഓ ശിവ, നമുക്കിത് പൊളിക്കണം. എല്ലാ ദിവസവും നമ്മൾ വീഡിയോ ഇടണം, ഓരോ കണ്ടന്റ് ഡിഫറെന്റ് ആയിട്ട് കണ്ടന്റ് ഇടണം. പിന്നെ എന്റെ ഈ അവതരണ ശൈലി ഒന്ന് മാറ്റി പിടിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? വേണോ? ഇപ്പൊ പോകുന്ന ട്യൂൺ കറക്റ്റ് ആണ്, ഇതിലങ്ങ് പിടിച്ചാൽ മതി. ഇനി വെറുതെ കൂട്ടി ഓവറാക്കി ചളാക്കേണ്ട ആവശ്യമുണ്ടോ? പക്ഷെ കുറച്ചും കൂടി ഓവർ ആക്ഷൻ ഇട്ടാ നല്ലതായിരിക്കും. ലച്ചോ, എന്താണ്? അല്ല, ഞാൻ പറയായിരുന്നേ, ഇനി വീഡിയോസ് ഇടുമ്പോ കുറച്ചും കൂടി ഓവർ ആക്ഷൻ ഇട്ടാ കുറച്ചും റീച്ച് കിട്ടുമായിരിക്കും. അത് ശരിയാട്ടോ. ഇപ്പൊ ഈ നോർമൽ വീഡിയോ ഒന്നും നാട്ടുകാർക്ക് വേണ്ടല്ലോ, കുറച്ച് ഓവറാക്കി കാണിച്ചാലേ അവർക്കും ഇഷ്ടപ്പെടുള്ളൂ. ഇവൻ അബ്നോർമലാണ്. കേശുവേ, ആൾക്കാർ പലതും പറയും, അവരാരും പറയുന്നത് കേൾക്കരുത്. ഇപ്പൊ ഉള്ള പോലെ ചെയ്തു പോയി കഴിഞ്ഞാൽ ഉള്ള വ്യൂവേഴ്സെങ്കിലും നിനക്ക് കിട്ടും, ഇല്ലെങ്കിൽ അതും കൂടെ പോകും. മര്യാദയ്ക്ക് ചെയ്താൽ മതി. നീ കിടിലം കണ്ടന്റ് കണ്ടുപിടിക്കുക, അവതരണമൊക്കെ നൈസാണ് കേട്ടാ. എടാ, നീ അച്ഛന്റെ ടിപ്സ് യൂസ് ചെയ്യും. ടിപ്സ് അതായത് ഈ കള്ളപ്പഴഞ്ചൊല്ല് സംസ്കൃതമൊക്കെ മിക്സ് ചെയ്ത് ഒരു അടി അടിക്ക്. അത് കറക്റ്റ്. ലച്ചു ചേച്ചി എന്റെ നാശം കാണാൻ വന്ന് നിൽക്കണ ധൂമ കേതുവാണെന്ന് എനിക്കറിയാം. അനിയനാണ്, ഇത്രയൊന്നും ദ്രോഹിക്കരുത്. എന്നാ പിന്നെ താൻ തന്റെ ഇഷ്ടത്തിന് എന്താന്ന് വെച്ചേച്ചി. ഓ, ഞാൻ ചെയ്തോളാം.